ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following programs of UGC is not related to promotion of value and ethical practices? ഇപ്പോൾ UGC വാല്യൂ ആൻഡ് എത്തിക്കൽ പ്രാക്ടീസസിനെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ ചെയ്യാത്ത ഒരു പ്രോഗ്രാം ഏതെന്നാണ് ചോദ്യം. ആൻസർ എന്താണ്? അതെ, റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. റൈറ്റ് ആൻസർ നാഷണൽ റിസോഴ്സ് സെന്റർ ഫോർ വാല്യൂ എഡ്യൂക്കേഷൻ എന്നുള്ളത്. എന്തുകൊണ്ടാണ്? ജീവൻ കൗശൽ എന്ന് പറയുന്നത് ലൈഫ് സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലൈഫ് സ്കിൽ എന്ന് പറയുമ്പോൾ ലൈഫ് സ്കിൽ ലൈഫ് സ്കിൽ എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസിന്റെ ഇമോഷണൽ ഇന്റലിജൻസ്, അങ്ങനെ അത്തരത്തിലുള്ള ലൈഫ് സ്കിൽസ്, അതായത് ഇമോഷണൽ ഇന്റലിജൻസ് അടക്കമുള്ള ലൈഫ് സ്കിൽസ് ഫോസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള UGC കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ജീവൻ കൗശൽ എന്ന് പറയുന്നത്. കെയർ എന്ന് പറയുന്നത് കൺസോർഷ്യം ഫോർ അക്കാദമിക് ആൻഡ് റിസർച്ച് എത്തിക്സ്. റിസർച്ചിൽ എത്തിക്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് കെയർ എന്നുള്ളത്, കൺസോർഷ്യം ഫോർ അക്കാദമിക് ആൻഡ് റിസർച്ച് എത്തിക്സ്. പിന്നെ മൂല്യപ്രവാഹം എന്നുള്ളത് ഗൈഡ് ലൈൻസ് ടു ഇൻകൾക്കേറ്റ് ഹ്യൂമൻ വാല്യൂസ് ആൻഡ് എത്തിക്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പം ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഹ്യൂമൻ വാല്യൂസും എത്തിക്സും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള ഗൈഡ് ലൈൻസ് ആണ് മൂല്യപ്രവാഹം എന്നുള്ളത്. ആൻഡ് NRCV എന്നുള്ളത് പേരിൽ വാല്യൂ എഡ്യൂക്കേഷൻ എന്നൊക്കെ ഉണ്ട്. ആൻഡ് അതെന്താണ്? UGC റൺ ചെയ്യുന്ന പ്രോഗ്രാം അല്ല, അത് വാല്യൂ എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ്. അപ്പോൾ അത് ആര് റൺ ചെയ്യുന്നതെന്ന് അറിയോ? ആര് റൺ ചെയ്യുന്ന പ്രോഗ്രാമാണ് NRCV? NCERT റൺ ചെയ്യുന്ന പ്രോഗ്രാമാണ് NRCV എന്നുള്ളത്. സ്കൂൾ എഡ്യൂക്കേഷനിൽ ഈ വാല്യൂ എഡ്യൂക്കേഷൻ ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പ്രോഗ്രാമാണ് NRCV എന്നുള്ളത്. ഓക്കെ, സോ UGC റൺ ചെയ്യുന്നതല്ല, എന്താണ് NCERT റൺ ചെയ്യുന്ന പ്രോഗ്രാമാണ് NRCV എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. NEP 2020 emphasized the integration of value education to promote. എന്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് NEP 2020 വാല്യൂ എഡ്യൂക്കേഷൻ ഇന്റഗ്രേഷൻ എംഫസൈസ് ചെയ്തിട്ടുള്ളത്? യെസ്, റൈറ്റ് ആൻസർ വരുന്നത് സി ആണ് അല്ലെ, ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ആണ് സ്റ്റുഡൻസ്. The National Education Policy 2020 emphasized the integration of value education to promote holistic development among students. അപ്പം വിദ്യാർത്ഥികളുടെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് NEP എംഫസൈസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഇന്റഗ്രേഷൻ ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ എന്നുള്ളത്. ആൻഡ് ദിസ് ഇൻക്ലൂഡ്സ് നോട്ട് ജസ്റ്റ് അക്കാദമിക് ലേണിംഗ്. അപ്പോൾ വാല്യൂ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അക്കാദമിക് ലേണിംഗ് മാത്രമല്ല, അതിൽ എന്തൊക്കെ വേണം? ഫോസ്റ്ററിങ് critical thinking, creativity, ethical values, emotional well-being and overall personal growth. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് വേണം? വാല്യൂ എഡ്യൂക്കേഷന് നമ്മൾ അക്കാദമിക് ലേണിംഗിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് NEP മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ 4 വെർട്ടിക്കൽസ് കൊടുത്തിട്ടുണ്ട് ആൻഡ് അതിന്റെ ഫങ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ആൻസർ എന്താണ്? സ്പീഡ് കൂടുതലാ? ഓക്കെ, ശരി. ഓക്കെ, എല്ലാവരും ഒരേ സ്വരത്തിൽ ഡി എന്ന് പറയുന്നുണ്ട്. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. HEGC എന്നുള്ളത് മാച്ച് ചെയ്യുന്നത് ഫണ്ടിങ് ആൻഡ് ഫിനാൻസിങ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ള. HEGCയുടെ ഫുൾ എന്താണ്? എന്താണ് HEGCയുടെ
full. Higher Education Grand Council. Yes, Higher Education Grand Council. GEC. General Education Council. Okay. റെഡി ആയോ ഇന്റർനെറ്റ് കണക്ഷന്? ഓഡിബിൾ ആണിപ്പോ? ഓഡിബിൾ ആണ്. GEC എന്താണ്? General Education Council. NAC? National Accreditation അക്രഡിറ്റേഷൻ. പിന്നെ NHERC? Regulation, National Higher Education Regulation Council. സോ HEGC മാച്ച് ചെയ്ത് വരുന്നത് 3 ആണ്. ഫണ്ടിങ് ആൻഡ് ഫിനാൻസിങ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷന്റെ ഫണ്ടിങ്ങും ഫിനാൻസിങ്ങും നോക്കുന്നത് ആരാണ്? മാനേജ് ചെയ്യുന്നത് HEGC ആണ്. പിന്നെ GEC വരുന്നുണ്ട്. GEC മാനേജ് ചെയ്ത് വരുന്നത് ഫ്രം ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ് എന്നുള്ളത്. പിന്നെ NAC അക്രഡിറ്റേഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. NHERC വരുമ്പോൾ കോമൺ സിംഗിൾ പോയിന്റ് റെഗുലേറ്റർ എന്നുള്ളതാണ്. ഏത് എഡ്യൂക്കേഷൻ പോളിസിയിലാണ് ഈ ഫോർവേഡ് പറയുന്നത്? 2020. ഏതിലാണ്? 2020. യെസ്, NEP 2020യിലാണ് ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഫോർ വെർട്ടിക്കൽസ് പറയുന്നത്. ആൻഡ് അതിൽ ഒന്നാണ് HEGC, ഹയർ എഡ്യൂക്കേഷൻ ഗ്രാൻഡ് കൗൺസിൽ. അപ്പം ഹയർ എഡ്യൂക്കേഷൻസിന്റെ ഫണ്ടിങ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന വെർട്ടിക്കലാണ് HEGC എന്നുള്ളത്. GEC എന്ന് പറയുമ്പോൾ ജനറൽ എഡ്യൂക്കേഷൻ കൗൺസിൽ ഡിഫൈൻ ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ് ആൻഡ് ലേണിംഗ് ഔട്ട്കംസ്. എന്ത് പഠിക്കണം, പിന്നെ അതേപോലെ നോളജ്, ക്വാളിറ്റി, സ്കില്ല്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഫ്രെയിം ചെയ്യുന്നത് GEC ആണ്, ജനറൽ എഡ്യൂക്കേഷൻ കൗൺസിൽ. പിന്നെ വരുന്നത് NAC ആണ്, നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിൽ. മാനേജ് അക്രഡിറ്റേഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അക്രഡിറ്റേഷൻ ഒക്കെ മാനേജ് ചെയ്യുന്നത് NAC ആണ്, നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിൽ. പിന്നെ വരുന്നതാണ് NHERC എന്നുള്ളത്, നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ റെഗുലേറ്ററി കൗൺസിൽ. ആൻഡ് ഇതെന്ത് ചെയ്യുന്നത്? ആക്ട് ആസ് എ സിംഗിൾ പോയിന്റ് റെഗുലേറ്റർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ. അപ്പം ഹയർ എഡ്യൂക്കേഷൻ ഒക്കെ ഒരു സിംഗിൾ പോയിന്റ് ആയിട്ട് റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ബോഡിയാണ് NHERC എന്നുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലത്? സ്പീഡ് കൂടുന്നുണ്ട് ഇപ്പോ. കാണിക്കാട്ടോ, കാണിക്കാം, ലാസ്റ്റ് കാണിക്കാട്ടോ. എഡ്യൂക്കേഷൻ കമ്മീഷൻസും അതിന്റെ ചെയർമാൻമാരെയാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ എന്താണ്? BA എന്നൊക്കെ പറയുന്നുണ്ട്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ആരാണ്? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ? നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ. ആൻഡ് ഇയർ ഏതായിരുന്നു? 1948-49. 48ലാണ് ഈ ഒരു കമ്മീഷൻ വരുന്നത്. പിന്നെ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ആരായിരുന്നു? ഡോക്ടർ മുതലിയാർ അല്ലെ? ഇയർ ഏതായിരുന്നു മുതലിയാർ കമ്മീഷന്റെ ഇയർ? 1952ലാണ് മുതലിയാർ കമ്മീഷൻ വരുന്നത്. സെക്കൻഡറി എഡ്യൂക്കേഷൻസിന്റെ റിഫോർമേഷനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള കമ്മീഷനാണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ, അതായത് മുതലിയാർ കമ്മീഷൻ എന്നുള്ളത്. പിന്നെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് കമ്മീഷൻ ആരായിരുന്നു? ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് കമ്മീഷൻ അല്ലെ? തോമസ് റിലൈഗഡ്. ആൻഡ് ഇത് മാത്രം ഇതിൽ ഏത് ഇയർ ആണ്? നമ്മുടെ ഇൻഡിപെൻഡൻസിന് മുമ്പ് വരുന്ന ഇയർ. യെസ്, 1902ലാണ്. 1902ലാണ് കേട്ടോ, 1952 അല്ല. യെസ്, 1902ലാണ്. ആരുടെ ഏത് വൈസ്രോയി ആയിരുന്നു ആ സമയത്ത്?
Cruz. യെസ്, ലോർഡ് കേഴ്സൺ. ഓക്കെ, ലോർഡ് കേഴ്സന്റെ സമയത്ത് വന്നിട്ടുള്ള കമ്മീഷൻ ആയിരുന്നു ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് കമ്മീഷൻ. ആൻഡ് അത് അത് ചെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് തോമസ് റിലേഗട്ട് ആയിരുന്നു. ആൻഡ് പിന്നെ നാഷണൽ നോളേജ് കമ്മീഷൻ ആരായിരുന്നു? Sam Pittroda. അല്ലെ? ഏത് ഇയറാണ് നാഷണൽ നോളേജ് കമ്മീഷൻ? 2005. ഇയറാണ് 2005 2005. അല്ല, 2005 ഈ നാഷണൽ നോളേജ് കമ്മീഷൻ അത് ചെയർ ചെയ്തിട്ടുള്ളത് സാം പിത്രോദയാണ്. ഓക്കെ. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആണ്. അത് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് 1948 to 49 ടു റിപ്പോർട്ട് ഓൺ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ. അപ്പം യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനെ കുറിച്ചുള്ള റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മീഷനായിരുന്നു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. പിന്നെ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഡോക്ടർ എൽ മുതലിയാർ ആയിരുന്നു 1950 to 53 ടു ഇംപ്രൂവ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് കമ്മീഷൻ 1902 ആയിരുന്നു തോമസ് റിലേഗട്ട്. ആൻഡ് ഓൾസോ നോൺ ആസ് റിലേഗട്ട് കമ്മീഷൻ ബ്രിട്ടീഷ് പീരീഡ്. അപ്പം ഇത് ബ്രിട്ടീഷ് പീരീഡിൽ ഉണ്ടായിരുന്ന ഒരു കമ്മീഷൻ കൂടിയാണ്. പിന്നെ നാഷണൽ നോളേജ് കമ്മീഷൻ അത് സാം പിത്രോദയാണ്. അത് 2005 ഫോർ റിഫോംസ് ഇൻ എഡ്യൂക്കേഷൻ നോളേജ് ക്രിയേഷൻ. അപ്പോൾ ആ ഒരു സമയത്ത് ഇന്ത്യയെ നോളജ് ക്രിയേഷന്റെ ഗ്ലോബൽ ലീഡർ ആക്കി മാറ്റാനും ഒരു ഇന്ത്യയെ ഒരു എന്താണ് എഡ്യൂക്കേഷൻ സൊസൈറ്റി ആക്കി മാറ്റാനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു കമ്മീഷനാണ് നാഷണൽ നോളേജ് കമ്മീഷൻ എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറേഞ്ച് ദ ഫോളോവിംഗ് കമ്മീഷൻസ് ഓർ കമ്മിറ്റീസ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. എന്താണ്? റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ കൊത്താരി, നാഷണൽ നോളജ് കമ്മീഷൻ, മുതലിയാർ ഇയേഴ്സ് ഒക്കെ കേട്ടോ. ഇതിന്റെയൊക്കെ ഇയേഴ്സ് ആൻസർ നോക്കാം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഫസ്റ്റ് മുതലിയാർ കമ്മീഷൻ, പിന്നെ കോത്താരി കമ്മീഷൻ. മുതലിയാർ കമ്മീഷൻ 1950 to 53 സെക്കൻഡറി എഡ്യൂക്കേഷനെ കുറിച്ചാണ്. പിന്നെ കോത്താരി കമ്മീഷൻ 1964 to 66 അത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഫ്രെയിം വർക്കാണ് ഈ കോത്താരി കമ്മീഷൻ എന്നുള്ളത്. പിന്നെ ജ്ഞാനം കമ്മിറ്റി അത് വരുന്നത് 1990 UGC സ്ട്രക്ചർ റിവ്യൂ. അപ്പം UGCയുടെ സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ റിവ്യൂ ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ് ജ്ഞാനം കമ്മിറ്റി എന്നുള്ളത്. പിന്നെ വരുന്നത് നാഷണൽ നോളേജ് കമ്മീഷൻ 2005 പിന്നെ യശ്പാൽ കമ്മിറ്റി 2009 വരുന്നത്. റിനോവേഷൻ ആൻഡ് റിജുവനേഷൻ ഹയർ എഡ്യൂക്കേഷന്റെ റിനോവേഷനും റിജുവനേഷനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ള കമ്മിറ്റിയാണ് യശ്പാൽ കമ്മിറ്റി എന്നുള്ളത്. ഇത് 2009 ഓക്കെ അല്ലേ? Okay. Next question. Arrange the following steps in correct sequence to establish effective governance in higher education institutions. അപ്പം ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗവേണൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ കറക്റ്റ് സ്റ്റെപ്സുകളാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ആൻസർ? എന്താണ്? ബി എ ഒക്കെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം ആൻസർ എന്താന്നുള്ളത്. റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ആദ്യം എന്താണ്? എസ്റ്റാബ്ലിഷ് എ ഗവേണിംഗ് ബോഡി വിത്ത് എ ക്ലിയർ റൂൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. നമ്മൾ എന്ത് പ്രോഗ്രാം നടത്തുകയാണെങ്കിലും ആദ്യം സ്കൂളിലാവട്ടെ കോളേജിലാവട്ടെ എന്ത് പ്രോഗ്രാം നടത്തുകയാണെങ്കിലും ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഒരു പ്രോഗ്രാം കമ്മിറ്റി ആണല്ലേ തയ്യാറാക്കുക. ഒരു കൃത്യമായ റോൾസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഒരു പ്രോഗ്രാം കമ്മിറ്റി. അപ്പം അതന്നെയാണ് എന്ത് ഈ ഗവേണിംഗ് ബോഡി എന്ന് പറയുന്നത്. അതായത് ആ ഒരു അതിന്റെ കാര്യങ്ങളൊക്കെ ഗവേൺ ചെയ്യുന്ന ഒരു ബോഡി നമ്മൾ ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യും. പിന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഫോർമുലേറ്റ് പോളിസീസ് ദാറ്റ് എൻഷുർ ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. പിന്നെ നമ്മൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റിയും എൻഷുർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഇൻവോൾവ് ഫാക്കൽറ്റി, സ്റ്റാഫ് ആൻഡ് സ്റ്റുഡൻസ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് എന്നുള്ളത്. നമ്മൾ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് സ്റ്റാഫിനെയും അതിലുള്ള ഫാക്കൽറ്റീസ്, ടീച്ചിങ് അല്ലെങ്കിൽ നോൺ ടീച്ചിങ് സ്റ്റാഫ്സ്, സ്റ്റുഡൻസ് അങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് നടത്തും.
പിന്നെ വരുന്നതാണ് ഡി മോണിറ്റർ ആൻഡ് ഇവാലുവേറ്റ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് പോളിസീസ് ആൻഡ് സ്ട്രാറ്റജീസ് എന്നുള്ളത്. നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന പോളിസീസും സ്ട്രാറ്റജീസും അതിനെ മോണിറ്റർ ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, അത് എത്രത്തോളം പോകുന്നുണ്ട്, എന്താണ് കറക്റ്റ് ആയിട്ട് നടക്കുന്നില്ല, അങ്ങനെയൊക്കെ മോണിറ്റർ ചെയ്യുക. പിന്നെന്താണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത് റിവ്യൂ ആൻഡ് അപ്ഡേറ്റ് പോളിസീസ് ബേസ്ഡ് ഓൺ ഫീഡ്ബാക്ക് ആൻഡ് ചേഞ്ചിങ് നീഡ്സ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആൻസർ ഒന്നും അറിയില്ലെങ്കിലും നമ്മൾ ഏറ്റവും ലാസ്റ്റ് എന്താ ചെയ്യുക, നമ്മളൊരു കാര്യം എന്ത് കാര്യം നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആണല്ലോ റിവ്യൂ ചെയ്യുക. അപ്പൊ സിനിമ ഒക്കെ ആണെന്ന് നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞ ശേഷമാണല്ലോ റിവ്യൂ ചെയ്യുന്നത് അല്ലെ. അപ്പോ റിവ്യൂ എന്തായാലും ലാസ്റ്റ് ആവും വരിക അല്ലെ. റിവ്യൂ ആൻഡ് അപ്ഡേറ്റ് പോളിസീസ് ബേസ്ഡ് ഓൺ ഫീഡ്ബാക്ക് ആൻഡ് ചേഞ്ചിങ് നീഡ്സ്. ഒരു പോളിസി ചേഞ്ച് ചെയ്യണം, ഒക്കെ ചേഞ്ച് ചെയ്യലൊക്കെ എങ്ങനെ സംഭവിക്കുക, ഏറ്റവും ലാസ്റ്റ് ആണ് വരിക. അപ്പോ ഇവിടെ ഈ ലാസ്റ്റ് വരുന്നത് ഈ ആകെ ഒരു ബി ഓപ്ഷനിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിൽ എത്താന്നുള്ളതാണ് അല്ലേ. ഓക്കെ അല്ലേ പറഞ്ഞത്? നമുക്ക് ആൻസർ ഒന്നും അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും ഓപ്ഷൻസ് നോക്കണം കേട്ടോ. ചിലപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു ഇതുണ്ടാവും, ക്ലൂ ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ്, ഓൾറെഡി പറഞ്ഞത് തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് AI, NRF may consider a three-pronged approach. This are ഏതൊക്കെയാണ് ത്രീ പ്രോങ്ഡ് അപ്രോച്ച് എന്നുള്ളത്? ത്രീ പ്രോങ്ഡ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ NRF നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ഓക്കെ AI-യുടെ കോണ്ടെക്സ്റ്റിൽ ത്രീ പ്രോങ്ഡ് അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിയാണ് അല്ലെങ്കിൽ ഒരു അപ്രോച്ച് ആണ്. ആൻഡ് അതിൽ എന്തുണ്ടായിരിക്കും, ത്രീ ഡിഫറെന്റ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടായിരിക്കും. അപ്പം ആദ്യത്തെ പ്രോങ്ങിൽ എന്തായിരിക്കും, ആദ്യത്തെ പ്രോങ്ങിൽ എന്തായിരിക്കും, ഒരു ഏരിയ ആയിരിക്കും. പിന്നത്തെ പ്രോങ്ങിൽ ഒരു ഏരിയ, പിന്നത്തെ പ്രോങ്ങിൽ ഒരു ഏരിയ, അങ്ങനെ 3 ഏരിയാസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഈ ത്രീ പ്രോങ്ഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇതിന്റെ ആൻസർ എന്താണ്? റൈറ്റ് ആൻസർ വരുന്നത്, റൈറ്റ് ആൻസർ നോക്കില്ലേ, സ്പീഡ് കൂടുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ACD എന്നുള്ളത്. അഡ്വാൻസിങ് ഇന്റർനാഷണൽ റിസർച്ച് എഫേർട്സ് ടു അഡ്രസ് ഗ്ലോബൽ ചലഞ്ചസ്. പിന്നെ സി വരുന്നുണ്ട് എഫേർട്സ് ടു അഡ്രസ് ഗ്ലോബൽ ചലഞ്ചസ് ത്രൂ റിസർച്ച്. പിന്നെ ഡി വരുന്നുണ്ട് അഡ്വാൻസിങ് ഫോർ AI റിസർച്ച്. അതായത് ഗ്ലോബൽ ചലഞ്ചസ് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റർനാഷണൽ റിസർച്ച് എഫേർട്ടിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തത്. അതായത് ഇപ്പൊ നമ്മള് ഹെൽത്ത് ഇഷ്യൂ അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എനി പ്രോബ്ലം, അതെന്താണ് ഒരു ഗ്ലോബൽ ചലഞ്ച് ആണല്ലോ. അപ്പൊ അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ അമേരിക്കയും കൂടി ചേർന്ന് ഒരു AI റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ച് നടത്തുക. അപ്പൊ അതിനെ പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ അത്തരത്തിൽ ഇന്റർനാഷണൽ റിസർച്ച് പ്രൊമോട്ട് ചെയ്യുക. പിന്നെന്താണ് എഫേർട്സ് ടു അഡ്രസ് ഗ്ലോബൽ ചലഞ്ചസ് ത്രൂ റിസർച്ച് എന്നുള്ളത്. രണ്ടും ഏറെക്കുറെ സെയിം ആണ്. പക്ഷെ ഇവിടെ ഇന്റർനാഷണൽ കൊലാബറേഷനെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ജസ്റ്റ് റിസർച്ച് എന്നുള്ള ഒരു ടൂളിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എഫേർട്സ് ടു അഡ്രസ് ഗ്ലോബൽ ചലഞ്ചസ് ത്രൂ റിസർച്ച്, അതായത് ഗ്ലോബൽ ചലഞ്ചസിനെ അഡ്രസ് ചെയ്യുക എങ്ങനെ, റിസർച്ചിലൂടെ അഡ്രസ് ചെയ്യുക. അതിനു വേണ്ടിയിട്ടുള്ള റിസർച്ചുകളൊക്കെ നടത്തിയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ. പിന്നെ ലാസ്റ്റ് വരുന്നത് ഡി, അഡ്വാൻസിങ് കോർ AI റിസർച്ച് എന്നുള്ളത്. കോർ AI റിസർച്ചിനെ അഡ്വാൻസ് ചെയ്യുക എന്നുള്ളത്. Okay, explanations നോക്കാം. Advancing international research efforts to address global challenges. This is a key focus of NRF in the AI domain to collaborate globally for problem solving through research. അപ്പോൾ റിസർച്ചിലൂടെ ഗ്ലോബലി ആയിട്ടുള്ള പ്രോബ്ലം സോൾവിങ്ങിനെ കൊലാബറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് വൺ പറയുന്നത്.
efforts to address global challenges through research എന്നുള്ളത്. This is more aligned with NEP and NRF approach. അപ്പം NEP-ലും NRF-ലും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ് എന്ത്, ഈ ഒരു efforts to address global challenges through research എന്നുള്ളത്. ഇപ്പൊ റിസർച്ചിലൂടെ global challengesനെ address ചെയ്യുക എന്നുള്ളത്. Where addressing global challenges through research is a central mission. Although similar to it is focused more on research as a tool, not just international collaborations. മനസ്സിലായോ? അതായത് ഇവിടെ റിസർച്ച് ടൂൾ ആയിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ ഇന്റർനാഷണൽ കൊളാബറേഷനാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ അഡ്വാൻസിങ് ഫോർ AI റിസർച്ച്, അതും കറക്റ്റ് ആണ്. ഫോർ AI റിസർച്ചിനെ പ്രൊമോട്ട് ചെയ്യുന്നത് നല്ലതാണ്. The next question. In the Vedic period, as education was idealistic in nature, the Acharyas laid stress upon. അപ്പോൾ വേദിക് പീരീഡിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നേച്ചർ റിലേറ്റഡ് ആയിരുന്നു. ആൻഡ് അവിടുത്തെ ആചാര്യാസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് എങ്ങനെയായിരുന്നു സ്ട്രെസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? എന്തൊക്കെയായിരുന്നു? ഇവിടെ എന്തായാലും നമുക്ക് ആൻസർ എങ്ങനെ എത്താം? വർഷിപ്പ് ഓഫ് ഗോഡ് എന്തായാലും ഉണ്ടാവും അല്ലെ? ആൻഷ്യൻ കാലഘട്ടത്തിൽ വർഷിപ്പ് ഓഫ് ഗോഡ് ഉണ്ടാവും, പിന്നെ റിലീജിയസ്നെസ് ഉണ്ടാവും, ഫോർമേഷൻ ഓഫ് ക്യാരക്ടർ. ഇത് മൂന്നും എന്തായാലും ഉണ്ടാവും, നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യം. പിന്നെ അതിൽ ഫുൾഫിൽമെന്റ് ഓഫ് ഡിസയർ ആൻഡ് നീഡ്സ് ഒരിക്കലും വരാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ് അല്ലെ? ഒരു എന്താണ് ബ്രഹ്മചര്യ അല്ലെങ്കിൽ സെലിബസി കീപ്പ് ചെയ്യണം എന്നൊക്കെ ആ ഒരു പഠിക്കുന്ന സമയത്ത് സിലബസ് കീപ്പ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ വേദിക് എഡ്യൂക്കേഷനിൽ ഒരിക്കലും ഫുൾഫിൽമെന്റ് ഓഫ് ഡിസയർ ആൻഡ് നീഡ്സ്, അപ്പം അത്തരത്തിലുള്ള ഡിസയർസോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള നീഡ്സുകളോ ഒന്നും നമ്മൾ അവിടെ ഫുൾഫിൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഒക്കെ കൺട്രോൾ ചെയ്തിട്ടല്ല നമ്മൾ പോകുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റും ഇൻകറക്റ്റ് ആണ്. പിന്നെ വരുന്നത് നമുക്ക് ആകെ ഡൗട്ട് ഉണ്ടാവുക ക്രിയേഷൻ ഓഫ് ആൻ ആപ്റ്റിറ്റ്യൂഡ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് നാഷൻ എന്നുള്ളതാണ്. അത് വേദിക് എഡ്യൂക്കേഷനിൽ ഇങ്ങനെ ഒരു ടോപ്പിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു പേപ്പർ ആയിട്ട് ഡെവലപ്മെന്റ് ഓഫ് നാഷൻ പഠിപ്പിക്കുന്നില്ലെങ്കിൽ പോലും എന്താണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള സൊസൈറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് ഈ വേദിക് എഡ്യൂക്കേഷന്റെ എയിം ആയിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ആ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ് എന്നുള്ളതാണ്. സോ നമ്മൾ ആൻസർ വരുന്നത് ക്രിയേഷൻ ഓഫ് ആൻ ആപ്റ്റിറ്റ്യൂഡ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് നേഷൻ, പിന്നെ വർഷിപ്പ് ഓഫ് ഗോഡ്, റിലീജിയസ്നെസ്, ഫോർമേഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. Okay, creation of an aptitude for the development of nation society. Though not framed as nation development, Vedic education aimed to develop responsible individuals contributing to society. അപ്പം അങ്ങനെ ഒരു ടോപ്പിക്കോ അല്ലെങ്കിൽ കൃത്യമായിട്ട് നാഷൻ ഡെവലപ്മെന്റ് എന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും എന്താണ് നമ്മുടെ സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിനെ, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് വേദിക് എഡ്യൂക്കേഷന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എയിം ആയിരുന്നു. പിന്നെ വർഷിപ്പ് ഓഫ് ഗോഡ്, റിലീജിയസ്നെസ്, ഫോർമേഷൻ ഓഫ് ക്യാരക്ടർ. Okay. Next question. The CBCS choice-based credit system in higher education promotes. എന്തിനാണ് പ്രൊമോട്ട് ചെയ്യുന്നത് CBCS? Flexibility. Yes, very good. Flexibility. Yes, flexibility. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റിജിഡ് ഒരിക്കലും വരൂലല്ലോ, നമുക്ക് നമ്മുടെ ചോയ്സ് ആണ്. അപ്പൊ റിജിഡ് ആവൂല. റിജിഡ് ആയിട്ടുള്ള ഒരു കരിക്കുലർ സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചോയ്സ് ഉണ്ടാവില്ല അല്ലെ? പിന്നെ വരുന്നത് ലിമിറ്റഡ് സ്റ്റുഡന്റ് ചോയ്സസ്, അതും ഒരിക്കലും വരില്ല, കാരണം നമുക്ക് ചോയ്സ് തരിക, അപ്പൊ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ചോയ്സ് അല്ലല്ലോ. പിന്നെ വരുന്നത് ഓൺലി തിയററ്റിക്കൽ ലേണിംഗ് എന്നുള്ളത്, അവിടെ ഓൺലി തിയററ്റിക്കൽ ലേണിംഗ് എന്നൊന്നും പറയുന്നില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ചോയ്സ് എന്താണ് കോഴ്സുകൾ നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ തിയറി ആവാം, പ്രാക്ടിക്കൽ ആവാം, ഒന്നും ആവാലോ. ഓക്കെ, ഫ്ലെക്സിബിലിറ്റി ആണ്. The CBCS choice-based credit system in higher education is designed to provide flexibility to students by allowing them to choose courses from prescribed set of core, elective and skill based subject. അപ്പൊ നമുക്ക് കോർ എന്നും എലക്റ്റീവ് എന്നും സ്കിൽ ബേസ്ഡ് സബ്ജക്ട്സ് എന്നൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ, ഇഷ്ടപ്പെട്ട ഡിസിപ്ലിന് നമുക്ക് എടുക്കാം. And this promotes interdisciplinary learning and accommodates individual interests and career goals. അപ്പൊ interdisciplinary learningനെയും അതേപോലെ നമ്മുടെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനെ ഒക്കെ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ കൊമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എക്കണോമിക്സ് കൂടി പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇതേപോലെ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിൽ മറ്റുള്ള ഡിസിപ്ലിൻസ് ഒന്നും എന്നോടാ 140 180 ഇവിടെയാണോ പറയണത്? നോ മാം, അവിടെ ആരോ പഠിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, ആ ശരി. ഓക്കെ, അപ്പോ
എന്താണ് ഓരോന്നിനും ഓരോ ക്രെഡിറ്റ് ഉണ്ടാവും ആൻഡ് അത് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആക്കുന്നതിലൂടെ ആ ഒരു ക്രെഡിറ്റ് നമുക്ക് ഏൺ ചെയ്യാന്നുള്ളതാണ് CBCS എന്നുള്ളത്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്രോണോളജിക്കലി അറേഞ്ച് ദ ഫോളോവിങ് ഓർഗനൈസേഷൻ ഇൻ ഓർഡർ ഓഫ് ദെയർ ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ്. ഈ നീതി ആയോഗ്, പ്ലാനിംഗ് കമ്മീഷൻ ഒക്കെ ഇന്നലെ നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇന്നലെ 2 ക്വസ്റ്റ്യൻ അല്ലേ വന്നിട്ടുണ്ടായിരുന്നത് പ്ലാനിംഗ് കമ്മീഷനൊക്കെ. ഓക്കെ, നീതി ആയോഗ് ഏത് ഇയർ ആണ് വന്നത്? നീതി ആയോഗ് ഏത് ഇയർ ആയിരുന്നു? 2015. യെസ്, 2015 നീതി ആയോഗ്. പ്ലാനിംഗ് കമ്മീഷൻ 1950. 1950. പിന്നെ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ 1956 57. ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് അത് ഏത് ഇയർ ആണ്? ഏത് ഇയർ ആണ് അറിയോ? യെസ്, 1969. അത് നമുക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഓർത്തെടുക്കാം. അതിന്റെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, 1969 ആണല്ലോ, ഇങ്ങനല്ലേ? ടൈപ്പ് ചെയ്യാൻ അല്ല, എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ICSR എന്നുള്ളത് ഇങ്ങനെ ഇവിടെ കൊടുക്കുക, എസിന്റെ വഴി. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് 6 ഇത് 9 അല്ലേ? മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത്? നമുക്ക് ഇതില് ഇങ്ങനെ മാത്സ് എഴുതുന്ന പോലെ എഴുതി ശീലല്ലേ? ഇല്ല, അതായത് 69 എന്നുള്ളത് നമുക്ക് 2 എസും എഴുതി കൂടെ? ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പൊ അങ്ങനെ അത് 1969 എന്നുള്ള രീതിക്ക് ഓർത്ത് വെക്കുക. ഓക്കെ, ഒരു മിനിറ്റ്. പ്ലാനിംഗ് കമ്മീഷന് 1915 വരുന്ന, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന് 1956 പിന്നെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച്, സോഷ്യൽ സയൻസിലെ റിസർച്ച് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ്. അത് വരുന്നത് 1969. പിന്നെ നീതി ആയോഗ് പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്ത് 1915 വന്നിട്ടുള്ള ഈ പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്ത് പിന്നെ 2015 അത് നീതി ആയോഗ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. ഓക്കെ അല്ലേ? ഇന്നലെ ഡെയിലി ടെസ്റ്റ് ഉണ്ടായിരുന്നോ? ഏ ഇന്നലെ ഡെയിലി ടെസ്റ്റ് ഡിസ്കഷൻ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഇന്നലെ മീൻസ് മിനിഞ്ഞാന്നിട്ടോ, ഹയർ എഡ്യൂക്കേഷന്റെ ഈ സെഷനില്ലല്ലോ. സ്ലൈഡ് ഒന്ന് കാണിക്കും. മാം മുമ്പത്തെ 1, സ്ലൈഡ്സ് ഒന്ന് 5, കാണിക്കും. 10ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് കാണിക്കോ? ഫസ്റ്റത്തതോ? യെസ്, ഓക്കെ, ഓക്കെ, ഒരു മിനിറ്റ് കാണിക്കാം. ത്രീ ചോദിച്ചിട്ടില്ലായിരുന്നു ആരോ? ഫസ്റ്റ് സെക്കൻഡ് കാണിക്കാം. 4 കാണിക്കോ മാം? 4, ഓക്കെ. ഫസ്റ്റ് സ്ലൈഡ് തൊട്ട് കാണിക്കാട്ടെ, ഒരു മിനിറ്റ്. ഓക്കെ, ഫസ്റ്റ് സ്ലൈഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോരെ? ഫസ്റ്റ് സ്ലൈഡ് വേണമെന്നില്ലല്ലോ, ഇത് തന്നെയാണ് ക്വസ്റ്റ്യൻ. ഫോർത്തും 10th ക്വസ്റ്റ്യൻ സ്ലൈഡ് കാണിക്കണം. ഓക്കെ, എക്സ്പ്ലനേഷൻ വേണോ? നോ നോ നോ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ. ഫോർത്ത് ചോദിച്ചിട്ടില്ലായിരുന്നോ? ഫോർത്ത് ക്വസ്റ്റ്യൻ കേട്ടോ.
8th question. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോ നമുക്ക് ഓക്കെ 10th ക്വസ്റ്റ്യൻ കാണിക്കണം. ഏത് 10th ക്വസ്റ്റ്യൻ 10th? ഓക്കെ, ആ 4 5 കാണിക്കാം കേട്ടോ. ഇപ്പൊ കാണിക്കാം 10th ക്വസ്റ്റ്യൻ. ഓക്കെ മാം. ഇനി 4ഉം 5ഉം ഫോർ ഇതാ. യാ യു ക്യാൻ ലീവ്. ഓക്കെ, കഴിഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ലീവ് ചെയ്യാം കേട്ടോ. എക്സ്പ്ലനേഷൻ എന്താ? 4ന്റെ എക്സ്പ്ലനേഷൻ. തേർഡ് എക്സ്പ്ലനേഷൻ ഒരു മിനിറ്റ്. ഓക്കെ അല്ലേ? ഇനി ഇതില്ലല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു എവ്രിവൺ.